ഹലോ മൈ ഡിയേഴ്സ്, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരുടെ കയ്യിലും ഹാർട്ട് ഷേപ്പ് പാൻ ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ? എല്ലാവരുടെ കയ്യിലൊന്നും കാണില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഓവനും ഹാർട്ട് ഷേപ്പ് പാനും ഇല്ലാതെ ഒരു റൗണ്ട് കേക്കിൽ നിന്ന് ഹാർട്ട് ഷേപ്പ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ താരം നല്ല സോഫ്റ്റ്, മോയിസ്റ്റ് ആൻഡ് ടേസ്റ്റി ആയ റെഡ് വെൽവെറ്റ് കേക്ക്, അതും വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ. അപ്പോൾ ഐ വെൽക്കം യു ഓൾ ടു പ്ലാറ്റേഴ്സ് മലയാളം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് പാലാണ് കേട്ടോ. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് അതിനൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മളുടെ കേക്ക് പാൻ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു റൗണ്ട് ഷേപ്പുള്ള 7 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് യൂസ് ചെയ്യുന്നത്. ഈ പാനിൻ്റെ ബേസും സൈഡൊക്കെ നമുക്കൊന്ന് ഓയിൽ കൊണ്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ മൈദ ആയാലും ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളുടെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ എടുത്തിട്ട് അതിൻ്റെ ബേസിലേക്ക് ഉപ്പ് ഇട്ടതിന് ശേഷം ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ കേക്കിൻ്റെ നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അളന്നെടുക്കണം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ എപ്പോഴും അരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദ, അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ കൊക്കോ പൗഡർ. ഈ കൊക്കോ പൗഡർ കൂടി പോരുതിട്ട്, അല്ലെങ്കിൽ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിന് ഒരു ബ്രൗൺ ടിഞ്ച് കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഇങ്ങനെ 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം നല്ലതാട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് നന്നായിട്ട് എയർ പാസേജ് ഉണ്ടാവും. അത് കാരണം തന്നെ നമ്മളെ കേക്ക് ഇങ്ങനെ പൊങ്ങി വരാൻ സഹായിക്കും. നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയ കേക്ക് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി. ഇനി നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു 50 ഗ്രാം ബട്ടർ എടുക്കാം. അതിനൊന്ന് നമുക്ക് സോഫ്റ്റ് ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് കൊണ്ടായാലും ബീറ്റ് ചെയ്യാം കേട്ടോ. ബീറ്റർ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതൊക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ഇനി ബട്ടർ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ചതായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ബട്ടറും പഞ്ചസാരയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വല്ലാതെ അങ്ങോട്ട് പതിഞ്ഞ് ഫ്ലഫി ആയി സ്റ്റിഫ് പീക്സ് വരണമെന്നൊന്നുമില്ല കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഈ വാനില എസൻസ് ചേർക്കുമ്പോൾ നമ്മളെ മുട്ടയുടെ മണക്കൊന്ന് കുറഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് സ്ട്രോങ് സ്മെല്ലില്ലാത്ത ഓയിലായാലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി, കൂടുതൽ ബീറ്റ് ചെയ്യരുത്. ഇനി നമ്മളെ കേക്കിന് ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് സൂപ്പർ റെഡ് ജെൽ കളർ ഒഴിച്ചു കൊടുക്കാം. ചിലർ ഇതിൽ ബീട്രൂട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. ബീട്രൂട്ട് യൂസ് ചെയ്യാം, പക്ഷേ ഇതുപോലത്തെ കളർ കിട്ടില്ല കേട്ടോ. ഒരു ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള കളർ കിട്ടുമല്ലോ. ഇതുപോലത്തെ നല്ല ഡാർക്ക് റെഡ് കളർ കിട്ടണമെങ്കിൽ ജെൽ കളർ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ 1 ടീസ്പൂൺ ജെൽ കളർ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ മൈദയുടെ മിക്സ്ചർ കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ ചിലപ്പോൾ കട്ട പിടിക്കും. അതുകൊണ്ടാണ് ഈ കുറച്ചായിട്ട് ബാച്ചസിലിടണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, അതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. നമ്മൾ കേക്കിൻ്റെ ബാറ്ററിന് ഒരു റിബൺ പോലത്തെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതാവാൻ പാകത്തിന് മാത്രം ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ മിൽക്ക് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ കേക്ക് പാനിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലത്തെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച നമ്മളുടെ ഓവൻ സെറ്റപ്പിലേക്ക് ഇതിനെ വെച്ച് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്യുക കേട്ടോ. ഒരു 50-55 മിനിറ്റ് എന്തായാലും എടുക്കും. നമ്മൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന റെഡ് വെൽവെറ്റ് കേക്ക് ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഈ ക്രീം ചീസ് ആഡ് ചെയ്യും. അതിന് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആ ക്രീം ചീസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു 750 ml പാല് തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഈ നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ നമ്മൾ പാല് പിരിഞ്ഞു വരും. നമ്മൾ ഈ പനീരൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെയല്ല, അത് തന്നെ നമ്മൾ പനീർ തന്നെ ഉണ്ടാക്കണേ. ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ ഈ ക്രീം ചീസ് ഈ കേക്കിൽ ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കിലാണ് ഈ ക്രീം ചീസ് ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിന് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കളഞ്ഞ് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടുണ്ടാവും. നമുക്ക് കുറച്ച് നേരം ഇതിനൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് അരച്ചെടുക്കണം. ഇതൊന്ന് തണുത്ത് കിട്ടിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ അരിച്ച് മാറ്റി പിഴിഞ്ഞെടുത്ത വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ. അപ്പോൾ നമ്മളുടെ ക്രീം ചീസ് ഇവിടെ റെഡി. നമ്മളുടെ ഈ കേക്ക് ബേക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യാനുള്ള പണിയാണ് കേട്ടോ ഇതൊക്കെ. ഇനി അടുത്തത് ഒരു ബൗളിലേക്ക് നമുക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റിഫ് പീക്സ് ആവണ വരെ ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മളുടെ ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ റെഡ് വെൽവെറ്റ് കേക്കിന് ഈ വിപ്പിംഗ് ക്രീം മാത്രമായിട്ടും പറ്റി കൊടുക്കാം കേട്ടോ. ഈ ക്രീം ചീസ് ഇല്ലാണ്ടും നമ്മൾ നോർമൽ ആയിട്ടുള്ള കേക്കിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. ഈ ക്രീം ചീസ് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിൽ പറ്റാനുള്ള ക്രീം റെഡി. ഇതിപ്പോൾ കേക്ക് ബേക്ക് ആയിട്ടില്ലെങ്കിൽ ക്രീം എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അല്ലെങ്കിൽ പുറത്തത്തെ ടെമ്പറേച്ചർ കാരണം ചിലപ്പോൾ ഇത് ലൂസായി പോകും.
ഒരു 45-50 മിനിറ്റ് ആയിട്ടാണ് നമ്മൾ കേക്കിൻ്റെ അവസ്ഥ ഒന്ന് നോക്കി വരാം. ഇനി കേക്കിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഇൻസെർട്ട് ചെയ്ത് നമുക്ക് നോക്കാം കേട്ടോ. ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം കേക്ക് നന്നായി ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി ഒരു റാക്കിലേക്ക് എടുത്ത് വെക്കാം. ഇനി ഈ കേക്ക് ഒന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് അതിനുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. കേക്ക് ചൂടാറിയിട്ട് ഡിമോൾഡ് ചെയ്യാമല്ലോ കേട്ടോ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ നമുക്ക് 1/2 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഈ മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ തണുത്തു കേട്ടോ. ഇനി നമുക്കൊരു പ്ലേറ്റ് അതിൻ്റെ മുകളിൽ കമത്തി വെച്ച് നമ്മളുടെ ഈ പാനിലേക്ക് ഒന്ന് തട്ടി കൊടുത്താൽ എളുപ്പത്തിൽ കേക്ക് ഡിമോൾഡായി കിട്ടും. ആ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള കേക്കല്ലേ? കണ്ട, നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. ഇനി നമ്മുടെ കേക്കിന് ഇതിനേക്കാളും ഹൈറ്റ് വേണമെങ്കിൽ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടീനിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇനി ഇതിൽ നമ്മൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്യില്ലേ, ആ മുകളിലത്തെ ലെയർ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കനം കുറഞ്ഞ് കട്ട് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കത് പൊടിച്ചെടുക്കാനുള്ളതാണ്. ബാക്കി 2 ലെയർ നല്ല അത്യാവശ്യം കട്ടിയിൽ തന്നെ മുറിച്ചെടുത്തോളൂ. പിന്നെ നമ്മളെ കേക്കിൽ കണ്ടില്ലേ, ഞാൻ ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന നടുക്ക്. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ മുറിച്ചെടുത്തിങ്ങനെ കേട്ടോ. നിങ്ങൾ അതിൽ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അതായാലും യൂസ് ചെയ്യാം കേട്ടോ. ഹാർട്ട് ഷേപ്പിൻ്റെ കുക്കി കട്ടർ ഉണ്ടാവില്ലേ, അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്ത പോലെ ഒരു ബോട്ടിൽ മുറിച്ച് ഹാർട്ട് ഷേപ്പ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ മുറിച്ചെടുത്തില്ല, കനം കുറഞ്ഞ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഹാർഡ് ഷേപ്പ് കിട്ടി. കണ്ട, പെർഫെക്റ്റ് ഒന്നുമല്ല കേട്ടോ, ഞാൻ അത് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. ഇനി ഹാർട്ട് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പാർട്ട് നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് നമുക്കിതിനൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് പൊടിക്കുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചാണ്ടല്ലോ ഇതിലത്തെ മോയ്സ്ചറൊക്കെ പോയിട്ട് നല്ല പൗഡർ പോലെ കിട്ടും. കണ്ടില്ലേ, മിക്സിയുടെ ജാറിൽ നമ്മൾ പൊടിച്ചെടുത്തതാണ്, നല്ല പൗഡർ ഫോമിൽ കിട്ടിയില്ലേ. ഇനി നമ്മുടെ കേക്കിലേക്ക് നമുക്കൊന്ന് ക്രീം പരട്ടിയെടുക്കാം. അതിന് വേണ്ടി ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം പരട്ടാം. എന്നിട്ട് നമ്മളുടെ ഫസ്റ്റ് ലെയർ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഒരു അബദ്ധം പറ്റിയിട്ടോ, ഞാൻ ഷുഗർ സിറപ്പ് പരട്ടാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത്. ഷുഗർ സിറപ്പ് പരട്ടിയതിന് ശേഷം മാത്രം ഇതിന് മുകളിൽ ഇങ്ങനെ ക്രീം പരട്ടി കൊടുക്കാം. ഇനി രണ്ടാമത്തെ ലെയർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ക്രീം പരട്ടി കൊടുക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെട്ടാക്കി കൊടുക്കണം കേട്ടോ, എന്നാലും നമ്മളെ കേക്കിന് ആ സോഫ്റ്റ്നെസ് കിട്ടുമല്ലോ കഴിക്കുമ്പോൾ. ഇനി കേക്ക് ഫുള്ളായിട്ടൊന്ന് നമുക്ക് ക്രം കോട്ട് ചെയ്ത് കൊടുക്കാം. ക്രം കോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ലെയർ. അപ്പോൾ വല്ല കേക്കിൻ്റെ ക്രംസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കറക്റ്റായിട്ട് ഒട്ടിപ്പിടിച്ചോളും. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാലും മതി. ഇനി ഈ ക്രം കോട്ട് ഒന്ന് സെറ്റായതിന് ശേഷം നമ്മളെ റൗണ്ട് കേക്കിനെ നമുക്ക് ഹാർട്ട് ഷേപ്പാക്കി മാറ്റാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ലൈറ്റായിട്ടൊന്ന് ക്രോസ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കത്തിയോണ്ട് തന്നെ ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കേക്കിന് മുകളിൽ ഇങ്ങനെ ക്രോസ് മാർക്കിങ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കേക്കിൻ്റെ മോൾ ഭാഗത്ത് 2 സൈഡ് നമുക്ക് കുറച്ച് ക്രീം പരട്ടി കൊടുക്കാം. എന്തിനാണെന്നറിയോ, നമുക്ക് പീസ് മുറിച്ചിട്ട് അവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ കേക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് മുറിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ മോൾ ഭാഗത്ത് ക്രീം പറ്റില്ലേ, അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്കൊന്ന് മുറിച്ചതിന് ശേഷം മോൾ ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല കേട്ടോ, ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാം ആർക്ക് വേണമെങ്കിലും. ഇപ്പോൾ ഹാർട്ട് ഷേപ്പ് കറക്റ്റായിട്ട് ആയില്ലെങ്കിൽ ആ മോൾ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ കേക്ക് ഫുള്ളായിട്ട് നമുക്കൊന്ന് ക്രീം പരട്ടി കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണമെന്നൊന്നുമില്ല കേട്ടോ, എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ഈ ക്രീം ഒന്നും കാണില്ല. അപ്പോൾ ഒരു വിധം ഒന്ന് ക്രീം പരട്ടി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചീട്ട് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ, നമ്മൾ പ്ലേയിങ് കാർഡ്സ് ഉണ്ടല്ലോ അതായാലും ഉപയോഗിച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ ഡിസൈനിങ് ഭാഗമൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ബൗൾ കമത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡിലെല്ലായിടത്തും നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ റെഡ് കളർ പൗഡർ, അതൊന്ന് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് നമ്മളെ കേക്കിനൊരു നല്ലൊരു വെൽവെറ്റി ടെക്സ്ചർ കൊടുക്കുന്നത്. ഈ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ടെക്സ്ചർ കണ്ടാണ്ടല്ലോ നമ്മളെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം സംതൃപ്തിയും തോന്നും. അത്ര ഭംഗിയാണ് ഇതിനെ കാണാൻ. അപ്പോൾ ബൗളെടുത്ത് മാറ്റിയപ്പോൾ കണ്ടില്ലേ നടുക്കൊരു വൈറ്റ് ഏരിയ കിട്ടിയത്, അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഹാർട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർട്ടിന് പകരം അതിൽ എന്തെങ്കിലും എഴുതുകയും ചെയ്യാം കേട്ടോ പേരൊക്കെ. കണ്ടില്ലേ നല്ലൊരു അട്രാക്റ്റീവ് ലുക്കല്ലേ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിന്. ഇനി കുറച്ചും കൂടി ഒരു ഭംഗി വരുത്താൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സിൽവർ കളർ ബോൾസ് ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതും കൂടി ഇതിൽ ഇട്ട് കൊടുത്തപ്പോൾ സൂപ്പറായിട്ട് കാണാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കഴിവൊക്കെ യൂസ് ചെയ്ത് നല്ല സൂപ്പറായിട്ടുള്ള ഇതിനേക്കാളും ഭംഗിയുള്ള ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി കേക്ക് നിങ്ങൾക്കൊന്ന് മുറിച്ച് കാണണ്ടേ, അതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ത് സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുണ്ട് നമ്മൾ കേക്ക് ബേക്കായി കിട്ടിയത് അല്ലേ. പിന്നെ ഈ ക്രീം ചീസ് ഉണ്ടാക്കണമല്ലോ എന്ന് ഓർത്ത് ഈ കേക്ക് ഉണ്ടാക്കാണ്ടിരിക്കരുത് കേട്ടോ. ക്രീം ചീസ് ഒഴിവാക്കിയിട്ടായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഈ വാലന്റൈൻസ് ഡേ ഈ കേക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. വാലന്റൈൻസ് ഡേ ഒന്നും വേണമെന്നില്ല, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഈ കേക്കും വീഡിയോയും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ.